സുഹൃത്തുക്കൾ, നമ്മൾ വീട്ടിൽ അടുക്കളത്തോട്ടം ചെയ്തപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻ്റ് അയച്ചു. അത് നമുക്ക് അടുക്കളത്തോട്ടമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ നിങ്ങൾക്ക് കിട്ടണ മാതിരിയുള്ള വിളവ് നമുക്ക് കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രത്യേക വളം കൊടുക്കണില്ല, ഒരു പ്രത്യേക രീതിയിലൊന്നും പരിചരണമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും നമ്മളെ വീട്ടിൽ നമുക്ക് പച്ചക്കറി ആയാലും അതുപോലെ എന്ത് തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ അതേ രൂപത്തിൽ നമുക്ക് വിളവ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാനിവിടെ താഴത്ത് തക്കാളിയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ തക്കാളിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചകിരിച്ചോറ്, പിന്നെ ചാണകം, ഇത് മൂന്നും പാടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണ് ഉണ്ടാക്കുന്നത്. അതിലാണ് നമ്മൾ വിത്തായാലും അതുപോലെ തൈകളായാലും ഒക്കെ കൊടുന്ന് നടണം. നമ്മൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ തൈകളാണ് കൊടുന്ന് നടൽ. അതുപോലെ പയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് വിത്താണ് നമ്മൾ അതിൽ പാകൽ. ഇനി അതല്ല, ഇനി പുറത്ത് എവിടെയെങ്കിലും വിത്ത് പാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് ചാണകം മാത്രം മിക്സ് ചെയ്തിട്ട്, മണ്ണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചകിരിച്ചോറ് ചാണകം മാത്രം മിക്സ് ചെയ്തിട്ട് അതിൽ വിത്തിട്ട് കൊടുത്ത് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് മുളക്കും. അത് നമ്മൾ പറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നടാം. അപ്പോൾ ഇതിൽ നമ്മൾ നടുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടെറസിലൊക്കെ ആകുമ്പോൾ നല്ല വെയിലാണ്, നമുക്ക് വെയിലാണ് കൃഷിക്ക് ആവശ്യം വേണ്ടത്. കാരണം നല്ല വെയിൽ കിട്ടുന്നിടത്താണ് നല്ല രീതിയിൽ വിളവുണ്ടാവുക. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഇതൊരു 60 ദിവസത്തോളം ആയിട്ടുള്ളൂ. അത് ഇപ്പോൾ 60 ദിവസം ആയിട്ടുണ്ടാവില്ല, ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ കായ പിടിക്കലെടുത്തിട്ട് അതിപ്പോൾ കയ്പയും പയറും പാടി ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ കാലിയായിട്ട് കിടന്നി നമ്മളിവിടെ ഗപ്പിനെ വളർത്തിയുന്ന ഫ്രിഡ്ജ് ബോക്സ് പലരും അതൊക്കെ ഉപയോഗശൂന്യമായിട്ട് ഒഴിവാക്കുകയാണ്. നമ്മളിത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടെറസിൽ കൊടുന്നു, അത് അവിടെ ഒന്ന് വെച്ച് ആ ടെറസിൽ കൊടുത്തിട്ട് ഇതിൽ ആദ്യം ഏറ്റവും അടിയിൽ കരിയില, ഇതിന് ആദ്യം ഹോൾസ്, ഒരു വെള്ളം പോകാനുള്ള ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. 1 2 അല്ലെങ്കിൽ 4 ഇട്ട് കൊടുത്തിട്ട് അതിൽ കരിയിലിട്ട് പിന്നെ മണ്ണ്, ചകിരിച്ചോറ്, ചാണകം അത് മാത്രം നിങ്ങൾ മിക്സ് ആക്കിയിട്ട് അതിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വിത്ത് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ തൈയോ എന്തെങ്കിലും കൊടുന്ന് ഇതിൽ നടുക ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം നനച്ച് കൊടുക്കുക. ഇവിടെ ടെറസിലാവുമ്പോൾ തന്നെ നമുക്ക് നല്ല വെയിലാവുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിങ്ങനെ ഡ്രൈ ആയി വരും, മണ്ണ് പെട്ടെന്ന് ഇതായി വരും. അപ്പോൾ നമ്മൾ നനയ്ക്കണത് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. 2 നേരമെങ്കിലും ഇവിടെ നനയ്ക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഈ മണ്ണിൻ്റെ, ഞാനിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ, ഇതിപ്പോൾ ഇന്ന് മണ്ണ് ആഡ് ചെയ്തതാണ്, ഇതിൻ്റെ അടിയിലായിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് കരിയിലിട്ട് കൊടുത്ത്. അപ്പോൾ ഒരു പൊതായിട്ട് അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ആ ഒരു നനവ് അതിനെപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ ഗ്രോ ബാഗിലായത്, ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ബോക്സിലായപ്പോൾ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഈ ഗ്രോ ബാഗിലായാലൊക്കെ ഈ രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് അതുപോലെ ചകിരിച്ചോറ് ചാണകം ഇത് മിക്സ് ചെയ്തിട്ട് ഇതാക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വളമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചച്ചാണകം ഉണ്ടല്ലോ. പച്ചച്ചാണകം കുറച്ച് കൊടുത്തിട്ട് നമുക്ക് കിട്ടാണ്ടെങ്കിൽ ഒരു ബക്കറ്റിൽ കൊടുന്ന് അവിടെ വെക്കുക. അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ അത് കട്ടാവില്ല, എന്നും അതുപോലെ നിൽക്കുക. അതിന് ആവശ്യമുള്ളത് ഒരു ബക്കറ്റിൽ ഒഴിച്ചിട്ട് പൈപ്പ് തിരിച്ചിട്ടാൽ അത് നല്ല കലക്കുക. അത് അത്യാവശ്യം നല്ല കലക്കിയിട്ട് നമ്മളിതിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നും നമ്മളെ പച്ച പുല്ലൊക്കെ ഗ്രോത്തായി വരണ മാതിരി ഇതിങ്ങനെ ഗ്രോത്തായി വരും, നല്ല രീതിയിൽ കായ്ക്കും ചെയ്യും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്, എന്നാലും നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മളോട് മെസ്സേജ് ചെയ്യും, നിങ്ങൾക്ക് മാത്രമേ ഇത് കായ്ക്കുന്നുള്ളൂ, നമുക്കൊന്നും കായ്ക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അതിന് നല്ലൊരു വിളവ് കിട്ടും. അത് ഇനി ആര് തന്നെ ആയാലും, ഇനി ഒരു കൃഷി അറിയാത്തവരായാലും ജസ്റ്റ് ഒരു ഗ്രോ ബാഗ് ഏതൊരു കടയിൽ നിന്നും കിട്ടും, 5 രൂപ കൊടുത്ത് അവിടെ തൈകളും ഉണ്ടാവും. അത് തക്കാളി ആയാലും പലവിധ തൈകളുണ്ടാവും, വെണ്ട, വഴുതന, എല്ലാ തൈകളും ഉണ്ടാവും. അത് നമ്മൾ കൊടുത്തിട്ട് ഇതുപോലെ ഈ മിശ്രിതം ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് തട്ട് നോക്കി നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളം ആവശ്യമുള്ളൂ. അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ 1 കപ്പ് വെള്ളം ഒരു രാവിലെയും 1 കപ്പ് വെള്ളം വൈകുന്നേരം ഒഴിച്ചാൽ മതി. നല്ല രീതിയിൽ തക്കാളിയൊക്കെ നമുക്ക് ഇവിടെ കൊലകൊലമായിട്ട് കായ്ക്കണേ. അത് തക്കാളിയൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തക്കാളി നിലത്ത് പടർത്തിക്കല്ല, മറ്റേത് നിലത്ത് ചായ ചെയ്യുക. തക്കാളി ഉണ്ടായാലും നമ്മളിത് എന്ത് ചെയ്ത് നിലത്ത് ചായക്കാതെ ഈ തക്കാളിയൊക്കെ മുകൾക്ക് വലിച്ച് കെട്ടിയായിട്ട് നല്ല രീതിയിൽ തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കിലോ കണക്കിന് നമുക്ക് അത്യാവശ്യം തക്കാളി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായി എന്തും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ അടുക്കളത്തോട്ടമൊക്കെ ചെറുതായ രീതിയിൽ തന്നെ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതിലൊക്കെ നിറയെ ഇപ്പോൾ പയർ കായ്ച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 1.5 2 മാസം ആവണുള്ളൂ. അപ്പോൾ ഇതിന് നമുക്കിത് നിറയെ ഇതുണ്ട്, കയ്പ ഇവിടെ കായ്ക്കുന്നുണ്ട്, നിറയെ പൂത്തിതാ ഇവർക്കൊക്കെ വള്ളി പടർന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മേലെ കമ്പിട്ടി നെറ്റ് കെട്ടിയിട്ട് ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ എന്നും നിങ്ങൾക്ക് പയർ അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് കൃഷി ചെയ്യാൻ നോക്കുക. ഇത്തരം കൃഷി രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ.